അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നെങ്കിലും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ ഹിന്ദു എന്ന് പറയുന്ന ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. ഞാൻ കുറച്ച് നാളായി ഒരു നല്ലൊരു കമ്പനി രുദ്രാക്ഷം ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു സാധാ ഒരു രുദ്രാക്ഷം. അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പോയി. കുറച്ച് നാളെന്ന് പറയുമ്പോൾ 2, 2.5 വർഷം ഇരുന്നു. അതിവിടെ അടുത്തുള്ളൊരു അമ്പലം ചെങ്കൽ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നു ഒരെണ്ണം പുതിയത് മേടിക്കണമെന്ന്. അപ്പോൾ ഡിവൈൻ ഹിന്ദു എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ഇൻസ്റ്റയിൽ ഒരുപാട് തവണ കണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് അവർ തന്നിട്ടുള്ളത് ഒരു പഞ്ചമുഖി രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രുദ്രാക്ഷം അവർ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നതാണത്. അഞ്ച് മുഖമുള്ള പഞ്ചമുഖി രുദ്രാക്ഷം. ഇതിപ്പോ ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നതാണ്. അതിൻ്റെ ടെസ്റ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്, പിന്ന്, സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഉള്ള ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് തന്നിട്ടുള്ളത്. ഇതാണ് ആ ഒരു പഞ്ചമുഖി രുദ്രാക്ഷം. ഒരെണ്ണേ ഉള്ളൂ ഇതിനകത്ത്. ഒറ്റ ഒരു രുദ്രാക്ഷം മാത്രം വെച്ചിട്ടുള്ളൊരു 5 മുഖമുള്ള ഒരു രുദ്രാക്ഷം അവർ തന്നിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പൂജിക്കാൻ കൊടുക്കുന്ന നൂലില്ലേ, ആ ടൈപ്പ് നൂലിൽ ഒരു രുദ്രാക്ഷം കെട്ടി തന്നിട്ടുണ്ട്. ഇത് ഫ്രീ ആണ്. ഇതിന് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ മേടിച്ചതെന്ന് പറയുന്നത് ഈ ഒരു രുദ്രാക്ഷ ചെയിനും ആ കയ്യിലിടുന്ന പെൻഡന്റോ അങ്ങനെ എങ്ങാണ്ടാണ് എൻ്റെ പേര്, എനിക്കറിയില്ല. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ. എനിക്ക് ഈ മാല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു മാല നമുക്കിവിടെ അതിൻ്റെ ചെറിയ കൊളുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ എനിക്ക് ഡീമെറിറ്റ് ആയിട്ട് തോന്നിയെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരുടെ ഈ കൊളുത്തൊക്കെ ഇത്തിരി പാടാണ്. എന്നുവെച്ചാൽ ബാക്കിയുള്ള നോർമൽ നമ്മുടെ ഇതുപോലെ പെട്ടെന്നങ്ങ് ഇടാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ചെറിയൊരു ടഫ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രുദ്രാക്ഷം മാലയിലല്ല, മാലയൊക്കെ നല്ല ഇറക്കമുണ്ട്. വേണ്ട ഇത്ര ലെങ്ത് ഉണ്ട് മാല. അത് കഴുത്തി കിടന്നോളും. തൃശ്ശൂർ അടങ്ങിയ മാല. അപ്പം അത് കുറച്ച് നാളായി ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാം. ക്വാളിറ്റിയൊക്കെ ഉണ്ട്. രുദ്രാക്ഷത്തിന് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നല്ല ഇത്. പിന്നെ ഈ കവറിങ്, ഇത് ജസ്റ്റ് ഗോൾഡ് കളർ കവറിങ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഊരാനും എടുക്കാനും ഇത്തിരി പാടാണ്. പിന്നെ എൻ്റെ കൈ തീരെ ചെറുതാണ്, കണ്ടല്ലോ. അപ്പം എൻ്റെ കയ്യിൽ ഇതിന് 2-3 കണ്ണിയൊക്കെ ചിലപ്പോൾ ഇളക്കേണ്ടി വരും. പിന്നെ അടുത്തുള്ള ഏതെങ്കിലും വാച്ച് കടയിൽ പോയിട്ട് എൻ്റെ കണ്ണി ഇളക്കിയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നല്ല ലൂസായിട്ട് ഇത് കിടക്കും. നല്ല ലൂസായിരിക്കും. എൻ്റെ കൈ ചെറുതായതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് ഇത് അത്യാവശ്യം വലിയ കൈ ഉള്ളവർക്കൊക്കെ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വരുന്ന വീഡിയോ ഇതിട്ട് ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. എങ്ങനെയുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ടോ, എൻ്റെ കാഴ്ച തന്നെ കിടക്കുന്നുണ്ടോ, എന്താ നമുക്ക് കസ്റ്റമർ റിവ്യൂ നോക്കാം. കാരണം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി മേടിച്ചതാണ്. അല്ലാതെ നിങ്ങൾക്കറിയാലോ 500 തികച്ച് സബ്ബില്ലാത്ത എൻ്റെ ഈ ചാനലിലൊക്കെ ആരാണ് പെയ്ഡ് പ്രൊമോഷൻ തരുന്നത്? അപ്പോൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി മേടിച്ചു. ഇനി
കസ്റ്റമർ റിവ്യൂ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യണേ.